ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വെള്ളക്കടല കൊണ്ട് നല്ലൊരു കുറുമയാണ് കേട്ടോ ചെയ്യുന്നത്. വെള്ളക്കടല സാധാരണ പോലെയൊക്കെ കറിയാക്കുന്ന സമയത്ത് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇത് ഒരു കപ്പ് വെള്ളക്കടല ഒരു 4-5 മണിക്കൂർ നന്നായിട്ട് കുതിർത്തെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി, പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരു 1.5 to 1.25 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് വേവിച്ചെടുക്കണം. ഒരു 4 വിസിലൊക്കെ തന്നെ മതിയാകും. കടല വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 2 ഏലക്ക, 2 ഗ്രാമ്പു, ചെറിയൊരു പീസ് പട്ടാട്ട, ഒരുപാട് കൂടുതൽ വേണ്ട. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു വലിയ സവാള, അതുപോലെ തന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി, അതൊക്കെ വളരെ കുറഞ്ഞ അളവിൽ മതിയാവും കടല ആയതുകൊണ്ട് തന്നെ. ഇതിലേക്കും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് തന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ടാണ് വഴറ്റേണ്ടത്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂം ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബദാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കാഷ്യൂ 3-4 കൂടുതലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത്, ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 കപ്പ് അളവിൽ തന്നെ മതിയാകും. തേങ്ങ ചേർത്തിട്ട് പിന്നെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്യാസ് വേഗം തന്നെ ഓഫ് ചെയ്യാം കേട്ടോ. ആ ഒരു ചൂടിലൊന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതിയാകും. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കണേ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കടലയൊക്കെ വെന്തിട്ടുണ്ടാവട്ടെ. നോക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വേവ് കുറവാണെങ്കിൽ ഒരു വിസിലും കൂടെ കൊടുത്തത് വേവിച്ചെടുത്താൽ മതിയാകും. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത്യാവശ്യം ഒന്ന് വഴന്ന് തുടങ്ങുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് നല്ലോണം ചൂടാക്കി എടുക്കുക കേട്ടോ. ഒരു പച്ചമണമൊക്കെ മാറിക്കോട്ടെ. പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ മസാലപ്പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ആദ്യം അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു സവാളയുടെയും തേങ്ങയുടെയും ഒക്കെ മിക്സ്, പിന്നെ വേണമെങ്കിൽ ഒരു ഇത്തിരി ചൂടുവെള്ളം കൂടെ മിക്സ് ആക്കി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. ആ ഒരു തേങ്ങ അത്യാവശ്യം അങ്ങ് തിളച്ച് വെന്തോട്ടെ. ഇതുപോലെ ഒന്നങ്ങ് വറ്റി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ പീസ് തക്കാളി കേട്ടോ, 1ന്റെ പകുതി തന്നെ മതിയാകും. അത് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതോടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. കുറേ സമയത്ത് വേവിക്കുന്നൊന്നുമില്ല, ഒന്നങ്ങ് മിക്സ് ആക്കി ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും ബാക്കി കാര്യങ്ങളും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുക. ഇതിപ്പോൾ നോക്കുമ്പോൾ കുറേ വെള്ളം പോലെ ലൂസാണല്ലോ എന്ന് തോന്നും, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. കറക്റ്റ് തിക്കായിക്കോളും. നമ്മൾ കാഷ്യൂ അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചേർത്തിട്ടില്ല, ഒന്നങ്ങ് തിളയ്ക്കുമ്പോഴേക്കും റെഡി ആയിക്കോളും. ഗ്രേവി ഒന്നങ്ങ് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി ഗരം മസാലപ്പൊടി കേട്ടോ. ഗരം മസാലപ്പൊടി കൂടുതൽ വേണ്ട, നമ്മൾ പട്ട ഗ്രാമ്പൊക്കെ ആദ്യം ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് തന്നെ കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചതുകൂടെ ചേർത്തിട്ട് വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാനായിട്ട്. പിന്നെ കുരുമുളക് പൊടി ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ കുറച്ചുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടെ മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് അങ്ങ് തിളച്ചോട്ടെ കേട്ടോ. അപ്പോഴാണ് ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ട് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. പിന്നെ ഗ്രേവി ഒരുപാട് വറ്റിച്ചെടുക്കണ്ട കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതുപോലെയൊക്കെ ആവുന്ന സമയത്ത് തന്നെ, കാരണം ഇതങ്ങ് ചൂടാറുമ്പോഴേക്കും ഒന്നുകൂടെ തിക്കായിക്കോളും. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒന്നങ്ങ് ഉള്ളി താളിച്ചൊഴിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ അല്ല കേട്ടോ, ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കുന്നുണ്ട്. ഉള്ളി വറവായി വരുന്ന സമയത്ത് ഒരു ഇത്തിരി മല്ലിയില ഇതുപോലെ ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഈ ഒരു നെയ്യിലേക്ക് തന്നെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ കറിയിലേക്ക് ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കൂടുതൽ കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. തീയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴേക്കും നല്ല കറക്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഗ്രേവിയൊക്കെ കുറുകി നല്ല അടിപൊളി നല്ലൊരു കുറുമയായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഇത്ര തന്നെയുള്ള പരിപാടി. നല്ല ചൂടുള്ള അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ കറി തന്നെയാണ് ഇട്ടത്. നമുക്ക് വെള്ളക്കടല നമ്മൾ സാധാരണ പോലെ വെക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ആളുകൾക്കൊക്കെ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്